ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി മാഗി റെസിപ്പിയാണ്. ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വറുത്ത ചിക്കൻ ഇങ്ങനെ പീസ് ആക്കിയിട്ട് ഈ പാനിലിട്ടൊന്ന് ചൂടാക്കും. അത്യാവശ്യം ഒന്ന് കുറച്ച് ചൂടാവുമ്പം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇതിനകത്ത് ചിക്കൻ മാത്രമല്ല, നമ്മൾ മുട്ടയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോഴിമുട്ട മതിയാവും. പിന്നെ ഒരു സവാള, മുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഫൈനലി നമ്മുടെ മാഗിയുടെ ഒരു പാക്ക്. ഇത് കുറച്ചും കൂടി ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഓയിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. കാരണം ഈ സെയിം പാൻ തന്നെയാണ് നമ്മളിനി അങ്ങോട്ടെല്ലാം യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അത്യാവശ്യം ചിക്കൻ്റെ പീസസൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം പാനിൽ തന്നെ നമ്മുടെ മുട്ടയൊന്ന് ചിക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു മുട്ട മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബുൾസൈ പോലെയാണ് ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടൊന്ന് ചിക്കി എടുക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ടൈമില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മാഗി ഐറ്റമാണിത്. അപ്പോൾ തലേന്നൊക്കെ നമ്മൾ വറുത്ത് വെച്ച ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. സോ ഇതും നമ്മൾ ചിക്കൻ എടുത്തു വെച്ച സെയിം പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ വെജിറ്റബിൾ കട്ടിങ്ങിലേക്കാണ് പോകുന്നത്. ചിലർ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യും, പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ തൽക്കാലം മുളകും സവാളയും മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും അതേപോലെ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ നമ്മളിതൊരു നോൺ വെജ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. സോ വെജിറ്റബിൾസ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതായതുകൊണ്ട് എല്ലാം ഒന്നും അരിയാനും എടുക്കാനുള്ള സമയം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം കടുകിടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളിതിനകത്തേക്ക് ഉണക്കമുളക് ഇടും. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും അതേപോലെ സവാളയും കൂടി ഇടും. അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇടും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കും. ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിക്കണം, ഇതിൻ്റെ പാകം ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ നമ്മുടെ മാഗി മസാലയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ പ്ലേറ്റിൽ എടുത്ത് വെച്ചിരുന്ന ചിക്കിയ മുട്ടയും അതേപോലെ തന്നെ ചിക്കനും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാഗി നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ സാധാ വെള്ളത്തിൽ നമ്മൾ ഈ മാഗി ഇട്ടൊന്ന് ചൂടാക്കിയാൽ മതി. പൊട്ടിച്ചിടുവാണെങ്കിൽ നമുക്ക് അധികം ലെങ്തി അല്ലാതെ കിട്ടും. ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ വെള്ളമെല്ലാം വറ്റിച്ചതിന് ശേഷം നമ്മുടെ പാനിലേക്ക് ഈ മാഗി ഒന്ന് ഇടുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള മാഗി ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. സോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. സോ ഓൾമോസ്റ്റ് ഏകദേശം നമ്മുടെ മാഗി റെഡിയായി കഴിഞ്ഞു. നല്ല കളർഫുള്ളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള മാഗിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. സോ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ എൻ സ്ക്രീനിലെയും ഐ ബട്ടണിലെയും വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.